ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീനൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ. അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ പൂവൊക്കെ നുള്ളി കൊട്ടയിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് ഇന്നലെ ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ടെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ പൂവൊക്കെ നുള്ളിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രിയാണ് അത്ത ഇടുന്നത്. നമ്മൾ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ നുള്ളി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ പൂവിൻ്റെ പേര് മാങ്ങാനാറി എന്നാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് പൂ വെളിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ജമന്തിയും പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു, റോസയും അരളി, അങ്ങനെ കുറേ പൂക്കളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് അവശബ്ദങ്ങളുണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ ആദ്യം അരളി ഒന്ന് കട്ട് ചെയ്തെടുത്തു. എല്ലാ പൂവും നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വാടാമല്ലി ഒന്ന് ഇങ്ങനെ പിച്ചിടുകയാണ്. കുറേ നേരം എടുക്കുമെങ്കിലും എളുപ്പമാണ് കേട്ടോ അത് ഒന്ന് പിച്ചെടുക്കാൻ. അത് അകത്ത് നിന്ന് അമ്മാമ്മയും ചേട്ടനും എല്ലാവരും വാടാമല്ലി ഇതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പൂക്കളും നമ്മൾ ഇറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത്ത ഇട്ട് തുടങ്ങാം. ആദ്യം നമ്മുടെ മാങ്ങാനാറി എന്നാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആ പൂ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് എന്താ വെച്ചാൽ ആദ്യം ഇത് വെക്കട്ടെ കേട്ടോ. അല്ല, കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് തട്ടിക്കൂട്ടായിട്ടാണ് ഒരു അത്ത ഇടുന്നത്. ഒരു ലേഔട്ട് പോലും വരയ്ക്കാതെയാണ് അത്ത ഇടുന്നത്. എല്ലാ പ്രാവശ്യവും വരച്ചിട്ടൊക്കെയാണ് അത്ത ഇടുന്നത്. ഇപ്രാവശ്യം നമ്മൾ വരയ്ക്കാതെ നമുക്ക് അപ്പം തോന്നണ എങ്ങനെ അതുപോലെ അത്ത ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നടുക്കൊരു താമര വെച്ച് കൊടുത്തു. പക്ഷെ അത് വിരിയുന്നില്ലായിരുന്നു കൈസ്. പിന്നെ നമ്മൾ വിചാരിച്ചു മട്ടോ അല്ല എന്നെ ഇരിക്കട്ടെ. അത് നമ്മൾ റോസാപ്പൂ, നല്ല റെഡ് റോസ്, നമ്മൾ റോസാപ്പൂ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പിച്ചാതെ നേരെ തന്നെ കേട്ടോ വെച്ചത് കേട്ടോ കൈസ്. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജമന്തി സൈഡിൽ വട്ടത്തിനായിട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ കൈസ്. അങ്ങനെ നമ്മൾ വട്ടത്തിന് ജമന്തി വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ വാടാമല്ലി വെച്ച് ഞാൻ ആദ്യം ഒരു ഡിസൈൻ പോലെ വരച്ചു. നമ്മൾ ഈ കൈ ഇങ്ങനെ വരച്ചിട്ട് അതിനകത്ത് പൂ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓറഞ്ച് കളർ ജമന്തി, പിന്നെ കുറച്ച് പച്ച ഇലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ ജമന്തിയും ഓറഞ്ചും അങ്ങനെയൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അതാണ് വീട്ടിൻ്റെ അകത്തുനിന്ന് വരുമ്പോൾ ഉള്ള ലുക്ക്. ഇത് രാവിലെ എടുത്താട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അത്തം. നിങ്ങൾക്ക് അത്തം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ കുഞ്ഞാറ്റ വന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ വന്നിട്ടുണ്ട് ഗൈസ്. എന്റെ ഒരു കോന്ത ചേച്ചി വെളിയിലോട്ട് ഇറങ്ങിപ്പോയി മൂട്ടി കെട്ടാൻ കുഞ്ഞിന്റെ മൂട്ടി അഴിഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് വെളി ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചെക്കപ്രാന്തി അപ്പൊ റീലൊക്കെ എടുക്കണം. റീലെടുക്കാൻ നമ്മൾ ഡാൻസ് കളിച്ച് നോക്കി, ബട്ട് 3 വഴിക്കായോണ്ട് റീലെടുത്തില്ല. ഇനി നമ്മള് കുറച്ച് ആക്ഷൻ ഡ്രാമ പോലെ എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കാണണമെന്ന് അപേക്ഷിക്കുന്നു. രാവിലത്തെ കാപ്പിയെ കുടിച്ചിട്ട് അവർ പോയി. അത് കഴിഞ്ഞ് ഇതായിരുന്നു നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ. ഇത് കഴിഞ്ഞ് സാമ്പാറും പിന്നെ പാലട പായസവും ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി വൈകുന്നേരം. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവാണ്. ചേട്ടൻ തോടും ചേട്ടാ ഇങ്ങോട്ട് വാ. അപ്പോൾ ഗെയ്സ് ഇതായിരുന്നു നമ്മുടെ ഓണം ലുക്ക് ഗെയ്സ്. എൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട് ഗെയ്സ്? നിങ്ങൾ കമൻറ്റ് ബിലോ. അപ്പം നമുക്ക് അമ്പലത്തിൽ പോവാം.